പവിത്രം സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അഭിലാഷും ഗുണ്ടാ സംഘങ്ങളും വിക്രമിനെ വളഞ്ഞിരിക്കുകയാണ്. രക്ഷപ്പെടാൻ പഴുതുകളൊന്നുമില്ലാത്ത ആ നിമിഷം മരണഭയം വിക്രമിന്റെ കണ്ണുകളിൽ നിഴലിച്ചിരുന്നില്ല. മറിച്ച് പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുമെന്ന ആശങ്കയായിരുന്നു. അഭിലാഷ് തന്റെ മൂർച്ചയേറിയ വാൾ വായുവിലൂടെ വീശിക്കൊണ്ട് വിക്രമിന് നേരെ പാഞ്ഞെടുത്തു. ആ വെട്ടേറ്റാൽ വിക്രം ഇല്ലാതാകുമെന്ന് ഉറപ്പായിരുന്നു. എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. വിക്രമിന് ഒരപകടവും സംഭവിക്കരുതെന്ന് മാത്രം ആഗ്രഹിച്ച വേദ തന്റെ ജീവൻ പോലും വകവെക്കാതെ ആ വാളിനും വിക്രമിനും ഇടയിലേക്കായി ഒരു കവചം പോലെ എടുത്തു ചാടി. അഭിലാഷ് പോലും അമ്പരന്നു പോയ നിമിഷം. എഴുന്നേറ്റ് മാറടി അവിടുന്ന്, എനിക്ക് വേണ്ടത് അവനെയാണ്, ആ വിക്രമിനെ, അഭിലാഷ് അലറി വിളിച്ചു. പക്ഷേ വിക്രമിന്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. തന്നോടുള്ള സ്നേഹം ഇത്രമാത്രം ഉണ്ടായിരുന്നോ വേദക്ക്? സ്വന്തം ജീവൻ കളഞ്ഞും തന്നെ രക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന വേദയെ കണ്ടപ്പോൾ വിക്രമിന്റെ ഉള്ളിൽ എവിടെയോ ഒരു വിങ്ങൽ അനുഭവപ്പെട്ടു. ഇത്രയും നാൾ താൻ കാണാതെ പോയ, അല്ലെങ്കിൽ കണ്ടിട്ടും തിരിച്ചറിയാതെ പോയ വേദയുടെ സ്നേഹത്തിന്റെ ആഴം ആ നിമിഷം വിക്രം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് വിക്രമിന് നൽകിയ ഊർജം ചെറുതായിരുന്നില്ല. അവൻ വേദയെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. വിക്രമിന്റെ മുഖത്ത് അതുവരെ ഇല്ലാത്തൊരു രൗദ്രഭാവം നിറഞ്ഞു. അവളുടെ ദേഹത്ത് തൊട്ട പിന്നെ നീ ഇവിടെ ജീവനോടെ പോകില്ല. എന്നെ കുത്തടാ, പക്ഷേ ഇവിടെ നീ തൊട്ടു പോകരുത്. വിക്രമിന്റെ ശബ്ദമിടറി. എങ്കിലും അതിൽ തീക്ഷ്ണതയുണ്ടായിരുന്നു. വേദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ വിക്രമിനെ തൊട്ടു പോവരുത്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ വിക്രമിന്റെ ഹൃദയത്തിലാണ് തറച്ചത്. തന്നേക്കാൾ അധികമായി ഇവൾ തന്നെ സ്നേഹിക്കുന്നുവെന്ന സത്യം വീണ്ടും വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു. അഭിലാഷ് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. എന്നാൽ പിന്നെ രണ്ടുപേരെയും ഒരുമിച്ചങ്ങ് തീർത്തേക്കാം, അവൻ ആക്രോശിച്ചു പറഞ്ഞു. വിക്രമിന് നേരെ പാഞ്ഞെടുത്തു. കത്തി വിക്രമിന്റെ നെഞ്ചിലേക്ക് ഇറക്കാൻ പോയ ആ നിമിഷം വേദ വീണ്ടും ഇടയിൽ കയറി നിന്നു. അവളുടെ കഴുത്തിന് നേരെ കത്തി വെച്ച് അഭിലാഷ് വിക്രമിനെ ഭീഷണിപ്പെടുത്തി. വേദയെ ഉപദ്രവിക്കാൻ അഭിലാഷ് കൈ ഓങ്ങിയതും വിക്രമിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. തന്റെ പ്രാണനായ വേദയെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നോക്കി നിൽക്കാൻ വിക്രമിനാകില്ലല്ലോ. അവൻ അഭിലാഷിന്റെ കൈകളിൽ കടന്നു പിടിച്ചു. ബലപ്രയോഗത്തിലൂടെ ആ കത്തി വിക്രം കൈക്കലാക്കി. ഭയം കൊണ്ട് ചുറ്റുമുള്ളവർ പിന്നിലോട്ട് മാറി. വിക്രമിന്റെ കണ്ണുകളിൽ കത്തുന്ന കോപം കണ്ട് അഭിലാഷ് പോലും ഭയന്ന് വിറച്ചു. പക്ഷേ വേദ അവനെ തടുത്തു. വിക്രം, വേണ്ട, അവനെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. അവളുടെ ശബ്ദം അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. വിക്രം ആ കത്തിയങ്ങ് താഴേക്കിട്ടു. ഇനി നീ എങ്ങാനും എന്റെ വഴിക്ക് വന്നാൽ, എന്റെ നാശം കാണാൻ നടന്നാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല. താക്കീത് നൽകി വിക്രം വേദയുടെ കൈപിടിച്ച് നടക്കാൻ തുടങ്ങി. എന്നാൽ ചതി അവിടെയും അവസാനിച്ചിരുന്നില്ല. താഴെ കിടന്ന കത്തി തന്ത്രപൂർവ്വം കൈക്കലാക്കിയ അഭിലാഷ് പിന്നിൽ നിന്നും വിക്രമിനെ കുത്താൻ ഓടിയെത്തി. വിക്രം തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് മരണവുമായി പാഞ്ഞു വരുന്ന അഭിലാഷിനെയാണ്. എന്നാൽ ഇത്തവണയും വിക്രം ഒറ്റക്കായിരുന്നില്ല. വർക്ക്ഷോപ്പിലെ കൂട്ടുകാരനായ ജോസഫും സജിനും ഉണ്ണിയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. കൂട്ടുകാർ അഭിലാഷിനെയും ഗുണ്ടകളെയും നേരിട്ടു. ഇതിനിടയിൽ വിക്രം അഭിലാഷിനെ വരിഞ്ഞു മുറുക്കി. കത്തി കഴുത്തിൽ വെച്ച് ചോദിച്ചു, സത്യം പറടാ, ആരാ നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഗത്യന്തരമില്ലാതെ അഭിലാഷ് ആ ഒരു സത്യം തുറന്നു പറഞ്ഞു. അതെ, MLA വാസവൻ. വാസവൻ പറഞ്ഞിട്ടാ സാറേ ഞാനിത് ചെയ്തത്. ആ പേര് കേട്ടതും വിക്രമാകെ സ്തംഭിച്ച് നിന്നുപോയി. വേദ അവനെ ആശ്വസിപ്പിച്ചു. വിക്രം, കത്തി കളയൂ, നമുക്ക് പോവാം. കൂട്ടുകാർ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞതോടെ വിക്രം വേദക്കൊപ്പം ബൈക്കിൽ കയറി പോകുന്നതിന് മുൻപ് വിക്രമിന്റെ സുഹൃത്തുക്കൾ അഭിലാഷിനും കൂട്ടർക്കും കണക്കിന് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേദയെ കൂട്ടിയിട്ട് ബൈക്കിലൂടെ പോകുന്ന സമയത്ത് യാത്രക്കിടയിലും വിക്രമിന്റെ മനസ്സ് അശാന്തമായിരുന്നു. തനിക്ക് വേണ്ടി വ്രതം പോലും മറന്ന് അടിപിടി കൂടിയ വിക്രമിനെ ഓർത്ത് വേദക്ക് വിഷമം തോന്നി. എനിക്ക് തന്ന വാക്ക് പാലിക്കാനല്ലേ നിങ്ങൾ ഇത്രയും വേദന സഹിച്ചത്? വേണ്ടായിരുന്നു വിക്രം, അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് സാരമില്ല, വിക്രം മറുപടി പറഞ്ഞു. അവന്റെ സ്വരത്തിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. വേദ വിക്രമിന്റെ തോളിൽ കൈവച്ചു. ആ സ്പർശം അവന് ഏറെ ആശ്വാസമായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ മാഷും കമലമ്മയും ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു. അവശനായ വിക്രമിനെ വേദ താങ്ങിപ്പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ അവരുടെ നെഞ്ചു പിടഞ്ഞു. എന്റെ മോനെ ഒരുപാട് അവര് തല്ലിയോ? കമലമ്മയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. വേദ കാര്യങ്ങൾ വിശദീകരിച്ചു. വിക്രം വഴക്കിന് പോയതൊന്നുമല്ല, ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ അവർ ആക്രമിച്ചതാണെന്നും അവൾ പറഞ്ഞു. വർക്ക്ഷോപ്പിലെ കൂട്ടുകാർ വന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്നറിഞ്ഞപ്പോൾ സുധാകരൻ മാഷിനും കമലക്കും ആശ്വാസമായി. വിക്രമിനെ മുറിയിൽ കൊണ്ടുപോയി കിടത്തി വേദ അവനെ ശുശ്രൂഷിച്ചു. മുറിയിലെ ഏകാന്തതയിൽ അവർ വീണ്ടും സംസാരിച്ചു. നീ എന്തിനാ നിന്റെ ജീവൻ കളഞ്ഞിട്ടും എന്നെ രക്ഷിക്കാൻ നോക്കിയത്? വിക്രം ചോദിച്ചു. എനിക്കറിയില്ല വിക്രം, നിങ്ങൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് മാത്രമേ എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ പ്രാർത്ഥനയുടെ ഫലമല്ലേ നിങ്ങൾ?
വേദയുടെ മറുപടി വിക്രമിനെ വല്ലാതെ സ്പർശിച്ചു. ഇനി 41 ദിവസത്തെ വ്രതം കഴിഞ്ഞു വരുന്നതുവരെ ആരുമായി വഴക്കിന് പോകില്ലെന്നും വ്രതം തെറ്റിക്കില്ലെന്നും വിക്രം വേദയുടെ കൈ പിടിച്ച് സത്യം ചെയ്തു. ആ നിമിഷം അവരുടെ കണ്ണുകളിൽ പ്രണയത്തിന്റെ തീരാനാളം തെളിഞ്ഞിരുന്നു. എന്നാൽ ഈ രംഗം കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന നന്ദിനി തെറ്റിദ്ധരിച്ചു. ഓഹോ, അപ്പോ മാല ഇട്ടിട്ടും ഇവൻ ഇപ്പോഴും ഇവളുടെ കയ്യും പിടിച്ചിരിക്കുവാണോ? നന്ദിനിയുടെ പരിഹാസം വേദയെ വേദനിപ്പിച്ചു. പക്ഷേ അതൊന്നും കാര്യമാക്കേണ്ടെന്ന് വിക്രം വേദയെ ആശ്വസിപ്പിച്ചു. വിക്രമിന് ചുറ്റും ശത്രുക്കൾ വട്ടമിട്ട് പറക്കുന്നത് വേദയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. MLA വാസവൻ, അഭിലാഷ്, ഇൻസ്പെക്ടർ സാബു, ഇവർ ആരും വിക്രമിനെ വെറുതെ വിടില്ല. വിക്രമിനെ രക്ഷിക്കാൻ താൻ എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്തേ മതിയാവൂ എന്ന് വേദ മനസ്സിലുറപ്പിച്ചു. അവൾ ആരോടും പറയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അഭിലാഷിനെതിരെ പരാതി നൽകി. എന്നാൽ ഇൻസ്പെക്ടർ സാബു അവളുടെ പരാതി കണ്ടിട്ട് അവളെ പരിഹസിക്കുകയാണ് ചെയ്തത്. തെളിവില്ലാതെ എങ്ങനെ ഞാൻ കേസെടുക്കുമെന്ന് സാബുവിന്റെ ചോദ്യത്തിനു മുന്നിൽ വേദ പതറിയില്ല. കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് അവൾ ഭീഷണിപ്പെടുത്തി. ഗത്യന്തരമില്ലാതെ സാബു ആ ഒരു പരാതി സ്വീകരിച്ചു. പക്ഷേ സാബു ഉടനെ തന്നെ MLA വാസവനെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. വിക്രമിനെ രക്ഷിക്കാൻ നടക്കുന്നത് ആ വേദയാണ്. അവളെ അവിടെ നിന്നും മാറ്റാതെ നമുക്ക് വിക്രമിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. SI സാബുവിന്റെ ഉപദേശം വാസവൻ ചെവി കൊണ്ടു. വാസവനെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേദ തീരുമാനിച്ചു. ധീരതയോടെ അവൾ വാസവന്റെ മുന്നിലെത്തി. വിക്രമിനെ തൊട്ടാൽ വിവരം നിങ്ങൾ അറിയും. MLA എന്ന കുപ്പായം നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല. വേദയുടെ വാക്കുകൾ തീപ്പൊരി ചിതറി. പക്ഷേ വാസവൻ കുതന്ത്രങ്ങളുടെ രാജാവായിരുന്നു. നീ പുറത്തു നിന്നാലല്ലേ വിക്രമിനെ രക്ഷിക്കാൻ പറ്റൂ. ഇനി നീ എന്റെ കസ്റ്റഡിയിലായിരിക്കും, വാസവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയാളുടെ ഗുണ്ടകൾ ഉടനെ തന്നെ വേദയെ വന്ന് പിടികൂടി. അവൾ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. ആ ഇരുട്ടുമുറിയിൽ അവരെല്ലാവരും ചേർന്നിട്ട് അവളെ അങ്ങ് പൂട്ടിയിട്ടു. പുറത്തു നിന്നും വാതിൽ പൂട്ടി. രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ലാതെ വിക്രമിനെ ഓർത്ത് വേദ ആ ഒരു മുറിയിൽ തളർന്നിരുന്നു. അങ്ങനെ കുറെ സമയം കടന്നുപോയി. വേദയെ കാണാതെ വിക്രം അസ്വസ്ഥനായി. ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. കമലമ്മയോടും ശ്രീജയെടുത്തിയോടും ചോദിച്ചപ്പോൾ അവൾ പുറത്തുപോയി എന്നറിയാൻ കഴിഞ്ഞു. പിന്നീട് ശ്രീജയാണ് സത്യം പറഞ്ഞത്. വിക്രമിനെ ആക്രമിച്ചവർക്കെതിരെ പരാതി കൊടുക്കാൻ അവൾ പോയതാണ്. ചിലപ്പോ വാസവനെ കാണാൻ പോയതായിരിക്കും. ഇത് കേട്ടതോടുകൂടെ തന്നെ വിക്രമിന്റെ നെഞ്ചിൽ തീ ആളിക്കത്തി. തനിക്ക് വേണ്ടി അവൾ വീണ്ടും അപകടത്തിലേക്ക് നടന്നു ചെന്നിരിക്കുന്നു. ഒട്ടും വൈകാതെ തന്നെ വിക്രം ബൈക്കുമെടുത്ത് പാഞ്ഞു. നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ വേദയെ അന്വേഷിച്ച് ഒരു ഭ്രാന്തനെ പോലെ അവൻ അലഞ്ഞു. അവന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദ, അവൾക്കൊന്നും സംഭവിക്കരുത്. അവൾ എവിടെയുണ്ടെങ്കിലും അവളെ ഉടനെ തന്നെ കണ്ടെത്തണം. വിക്രമിന്റെ ബൈക്ക് വേദയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചീറിപ്പായുമ്പോൾ എവിടെയോ ഒരു ഇരുട്ടുമുറിയിൽ തന്റെ പ്രിയപ്പെട്ടവനെ ഓർത്ത് വളരെയധികം സങ്കടപ്പെട്ട് കരയുന്ന വേദയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.